എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡിൽ നിന്നും 86,000 പേർ പുറത്താകും. ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്നും 3 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട് എന്ന് കണ്ടെത്തിയ 86,000 റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറി. ഇതുപ്രകാരം റേഷൻ കാർഡ് ഉടമകൾ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വിലയുടെ പിഴ ഈടാക്കും. ഇതിന്റെ ഭാഗമായി തുടർ നടപടികൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വന്ന റിപ്പോർട്ട്. PM കിസാൻ സമ്മാൻ നിധി പ്രകാരം സബ്സിഡി വാങ്ങിയ ഒരേക്കറിലധികം വസ്തുവകകൾ ഉള്ളവരുടെ വിവരങ്ങളും കേന്ദ്ര സർക്കാർ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും പിടിവീഴും. കുടുംബത്തിൽ ഏതെങ്കിലും ഒരു അംഗം ആദായ നികുതി അടയ്ക്കുന്നുണ്ട് എങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാകണമെന്ന വ്യവസ്ഥ നിലവിലുണ്ട്. കൂടാതെ പുതിയ കമ്പനി രൂപവൽക്കരണം, GST രജിസ്ട്രേഷൻ തുടങ്ങിയവക്ക് അപേക്ഷിക്കുന്ന മുൻഗണനാ കാർഡ് അംഗങ്ങളെയും കണ്ടെത്തി അനർഹരെ ഒഴിവാക്കാനും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർ കൈപ്പറ്റിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾക്കും പിഴ ഈടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ വിപണി വിലയനുസരിച്ച് അരിക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും പിഴയായി ഈടാക്കുന്നതാണ്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് കേന്ദ്ര സർക്കാർ അനർഹരെ കണ്ടെത്തിയത്. റേഷൻ കാർഡ്, പാൻ കാർഡ് എന്നിവ ലിങ്ക് ചെയ്ത ആധാർ നമ്പർ ഉപയോഗിച്ച് AI സഹായത്തോടു കൂടി അനർഹരെ കണ്ടെത്തി. ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ അനർഹരെന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി തത്സമയം സംസ്ഥാനങ്ങൾക്ക് കൈമാറുന്ന സംവിധാനമാണിപ്പോൾ കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. പരിശോധന കർശനമാക്കിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഈ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. മുൻഗണനാ റേഷൻ കാർഡ് അനർഹമായി കൈവശം വെക്കുന്നവർക്കുള്ള മാനദണ്ഡം ആദായ നികുതി അടക്കുന്നതാണ്. അത് ഇതുവരെ ഈ നമ്മുടെ സംസ്ഥാനത്തൊന്നും പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ പാൻ കാർഡും ആധാർ കാർഡും ലിങ്കായി പാൻ കാർഡിലൂടെയാണ് റിട്ടേൺ സമർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് അറിയാം. ഇങ്ങനെ വരുമ്പോഴാണ് വാർഷിക വരുമാനം 3 ലക്ഷം രൂപയുള്ള ആളുകളൊക്കെ കണ്ടെത്തി. 86,000-ഓളം ആളുകൾ സംസ്ഥാനത്ത് 3 ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവരാണ്. അവർക്ക് മുൻഗണനാ റേഷൻ കാർഡാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്രം കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പരിശോധന നടത്തി കണ്ടെത്തുകയല്ല, കേന്ദ്രം ഡാറ്റ പരിശോധിച്ചിട്ടാണ് ഈ കണ്ടെത്തൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടാകും. അവർ സപ്ലൈ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ച് പിഴ ഈടാക്കുകയാണ് ചെയ്യുക. അരിക്ക് 40 രൂപ, ഗോതമ്പിന് 29 രൂപ എന്നിങ്ങനെയാണ് പിഴ ഈടാക്കുക. അപ്പോൾ ഇത്രയും വലിയൊരു തുക പിഴയായി അടയ്ക്കേണ്ടി വരും. നീല വെള്ള റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അതൊരു സുവർണാവസരമാണ്. ഇപ്പോൾ 73,000-ഓളം മുൻഗണനാ റേഷൻ കാർഡുകൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വിതരണം ചെയ്ത ഉദ്ഘാടനം നടത്തിയത്. ഈ ഓഗസ്റ്റ് മാസത്തിൽ ആ ആളുകൾക്കെല്ലാം സൗജന്യ റേഷൻ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെയാണ് 86,000-ഓളം ആളുകളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കാൻ കേന്ദ്രം തീരുമാനിച്ച് സംസ്ഥാനത്തിനെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് വിവരം. ഇങ്ങനെ ഒഴിവ് വരുന്നതിലേക്ക് അർഹരായിട്ടുള്ള മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, പുതിയ ഒരു മാറ്റം സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 800 cc വരെ വാഹനവും 1100 സ്ക്വയർ ഫീറ്റ് വരെ വീടും ഉള്ളവർക്കും മുൻഗണനാ റേഷൻ കാർഡ് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഉടനെ ആ ഒരു തീരുമാനം വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് ഉൾപ്പെടാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓണം റേഷൻ വിതരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10-ാം തീയതി മുതലാണ് നീല വെള്ള റേഷൻ കാർഡിനുള്ള 10 കിലോ സ്പെഷ്യൽ അരിയും മഞ്ഞ റേഷൻ കാർഡിനുള്ള സൗജന്യ റേഷൻ കിറ്റും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ കിറ്റും സ്പെഷ്യൽ അരിയും വേണം എന്നുള്ളവർ അത് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. 10-ാം തീയതിക്ക് ശേഷം പോകുന്നതായിരിക്കും നല്ലത്. 8-ാം തീയതിയാണ് സപ്ലൈകോയുടെ ഓണം ഫെയറുകളുടെ ഉദ്ഘാടനം. 4 ഭക്ഷ്യ കിറ്റും ആ ഒരു രീതിയിലായിരിക്കും വിതരണം ഉണ്ടാകുക. ഇതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന നിരവധി പേർ പുറത്തേക്ക് പോകും. PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം ആദായ നികുതി അടയ്ക്കുന്നുണ്ട് എങ്കിൽ, ഈ വർഷം ആദായ നികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും ആ ഒരു അംഗം പുറത്തു പോകും. അതായത് ആരാണോ PM കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നത് അവർ പദ്ധതിയിൽ നിന്നും പുറത്തു പോകും.
വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരും. അതിനുവേണ്ടി നോട്ടീസ് വരും. അപ്പോൾ ആരെങ്കിലും PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കുടുംബത്തിലെ ആരെങ്കിലും ആദായ നികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർ PM കിസാൻ സമ്മാൻ നിധി തുക സറണ്ടർ ചെയ്യണം. അതിനുള്ളൊരു ഓപ്ഷൻ വെബ്സൈറ്റിൽ ഉണ്ട്. സ്വന്തമായിട്ട് കഴിയുന്നില്ലെങ്കിൽ അക്ഷയയിലോ അല്ലെങ്കിൽ CSC കേന്ദ്രത്തിലോ പോയിട്ട് സറണ്ടർ ചെയ്യാവുന്നതാണ്. ഇത് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരില്ല. പക്ഷേ നോട്ടീസ് വന്നാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.